നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലാലിഗയിൽ റയൽ മാഡ്രിഡിന് വീണ്ടും വിജയമില്ലാതൊരു കളി കടന്നുപോയിരിക്കുന്നു. 1-1 സമനില. റയൽ ബെറ്റീസിനോട് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് വേണ്ടി ഗോൾ അടിച്ചത് വിനി ജൂനിയറാണ്. മറുഭാഗത്ത് ബെല്ലറിനാണ് അവസാന ഘട്ടത്തിൽ റയൽ ബെറ്റീസിൻ്റെ ഗോൾ കണ്ടെത്തിയത്. ഏതായാലും വിജയം 3 പോയിൻ്റ് അതിന് തൊട്ടരികിൽ നിന്നാണ് റയലിനത് നഷ്ടമായിരിക്കുന്നത്. സമനിലയിൽ കുരുങ്ങേണ്ടി വന്നിരിക്കുന്നു. ഇതോടുകൂടി ടൈറ്റിൽ കണ്ടൻഡേഴ്സ് എന്ന രൂപത്തിൽ ബാഴ്സയുമായിട്ട് അവസാന നിമിഷം വരെ പൊരുതുമെന്നൊക്കെ അർബിലോവ് പറഞ്ഞിരുന്നെങ്കിലും അതിനുള്ള സാധ്യത തീർത്തും മങ്ങുകയാണ്. എൽ ക്ലാസിക്കോയിൽ വിജയിച്ചാൽ ബാഴ്സലോണക്ക് മാത്തമാറ്റിക്കലി തന്നെ കിരീടം ഉറപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം. ഇപ്പോൾ കളിക്ക് ശേഷം തങ്ങൾക്ക് പെനാൽറ്റി ലഭിച്ചില്ല, റഫറിയുടെ തെറ്റായ തീരുമാനം എല്ലാ കളികളിലും സംഭവിക്കുന്നുണ്ട് എന്നുള്ള ആരോപണമൊക്കെ ആർബിലോവ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ മാസം ഒരേ ഒരു കളിയാണ് റയൽ മാഡ്രിഡ് വിജയിച്ചത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. റയലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11 വിനി ജൂനിയറും കിലിയൻ എംബാപ്പയും ബ്രയാൻ ഡയസും ഒക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. എന്നാൽ കളിയുടെ 17ാമത്തെ മിനിറ്റിൽ വിനി ജൂനിയറുടെ ഗോളിലൂടെ റയൽ മാഡ്രിഡ് ലീഡെടുത്തു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലുമായിരുന്നു. പക്ഷേ രണ്ടാം പകുതിയുടെ അവസാന ഘട്ടത്തിൽ ഗോളടിച്ചുകൊണ്ട് റയലിൽ നിന്ന് വിജയം തട്ടിത്തെറിപ്പിക്കുകയാണ് റയൽ ബെറ്റീസ് ചെയ്തത്. കിലിയൻ എംബാപ്പയുടെ പരിക്ക്, അദ്ദേഹത്തിന് ചെറിയ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അതും ഒരു ആശങ്കയായിട്ട് മാറിയിട്ടുണ്ട്. എന്തായാലും വിനി നന്നായിട്ട് കളിച്ചു. അദ്ദേഹം ഒരു ഗോൾ അടിച്ചു, 2 ഷോട്ടുകൾ, 2 ഓൺ ടാർഗറ്റ് ആയിരുന്നു, 3 കീ പാസുകൾ. കളിയിൽ ഏറ്റവും അധികം കീ പാസുകൾ കൊടുത്ത അദ്ദേഹമാണ്. 46 പാസുകൾ കൊടുത്തതിൽ 39 എണ്ണം ലക്ഷ്യത്തിലെത്തിച്ചു. 4 ബോൾ റിക്കവറീസ്. മോശമല്ലാത്ത പ്രകടനം തന്നെ വിനി നടത്തിയിട്ടുണ്ട്. എന്നാലും ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഈ റയൽ മാഡ്രിഡിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അമച്വർ പ്ലേയേഴ്സ് ഡിഫെൻഡ് ചെയ്യുന്ന പോലെയാണ് റയൽ മാഡ്രിഡ് ഡിഫെൻഡ് ചെയ്യുന്നത് എന്ന് റയൽ മാഡ്രിഡ് TV തന്നെ വിമർശിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി. എന്തായാലും കളിക്ക് ശേഷം ആർബിലോവ റഫറിക്കെതിരെ തിരിഞ്ഞു. അദ്ദേഹം പറഞ്ഞു ക്ലിയർ പെനാൽറ്റി ഉണ്ടായിരുന്നു, ആ ഹാൻഡ് ബോൾ ക്ലിയർ പെനാൽറ്റി ആയിരുന്നു. അതുപോലെ തന്നെ മെൻഡിയെ അവരുടെ ഗോൾ ഏരിയയിൽ വെച്ച് ഫൗൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ പല തവണ ഈ സീസണിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുകൂടി ആർബിലോവ പറയുന്നു. എന്തായാലും ഈ മത്സരം സമനിലയിൽ കുരുങ്ങിയതോടുകൂടി റയലിന് 33 കളികളിൽ നിന്ന് 74 പോയിൻ്റാണ്. ബാഴ്സലോണക്ക് 32 കളിയിൽ നിന്ന് 82 പോയിൻ്റുണ്ട്. ഇന്ന് ഗെറ്റാഫക്കെതിരെ വിജയിക്കുകയാണെങ്കിൽ ഈ വ്യത്യാസം ഇനിയും വർദ്ധിക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.